ഹായ് ബസ്റ്റീസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷിൻഷ. നമ്മുടെ ചാനലിൻ്റെ പേര് ഷിൻസ് ക്രിയേറ്റീവ് ബ്യൂട്ടി. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ത്രെഡ് ജ്വല്ലറിയാണ്. ത്രെഡ് പെൻഡൻറ്റ് അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ടതായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം നമുക്ക് കുറേ ത്രെഡ്സ് വേണം. അപ്പോൾ ഇതിൽ കളേർഡ് ത്രെഡ്സ് വരുന്നുണ്ട്. ഇങ്ങനെ കളേഴ്സ് ആയിട്ടുള്ള ത്രെഡ്സ് ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലെയിൻ ത്രെഡ്സും വരുന്നുണ്ട്. ജ്വല്ലറിക്കുള്ള സിൽക്ക് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ത്രെഡ്സ് നമുക്ക് എല്ലാ ഷോപ്സിൽ നിന്ന് അവൈലബിൾ ആണ്. 1 പീസ് 20 BD ആണ്, 20 റുപ്പീസാണ് വരുന്നത്. നാട്ടിലെ 20 റുപ്പീസിന് ഒരു റോള് നമുക്ക് നൂല് കിട്ടും. സിൽക്ക് ത്രെഡാണ്, ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള ത്രെഡാണിത്. ഓക്കെ, പിന്നെ വേണ്ടത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ. അത് എല്ലാവരുടെ അടുത്തും മിക്കവരുടെ കയ്യിലും ഉണ്ടായിരിക്കും ഫാബ്രിക് ഗ്ലൂ. പിന്നെ വേണ്ടത് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കട്ടർ. അത് എങ്ങനത്തെ കട്ടറോ സിസേഴ്സോ എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്കത് ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഇങ്ങനത്തെ ജ്വല്ലറി ചെയിൻസ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോണിനുള്ള ത്രെഡ് പോലെയുള്ള ചെയിൻസ് ഉണ്ട്, അത് വരുന്നുണ്ട്. അത് സിൽവർ കളറും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ നമുക്ക് ജ്വല്ലറി പെൻഡൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് പെൻഡൻറ്റിൻ്റെ ഒരു ബേസാണ്. ഇങ്ങനെ പ്ലാസ്റ്റിക് ബേസ് കിട്ടും. 5 രൂപ 10 രൂപ അങ്ങനെ റുപ്പീസിൽ. ഇതിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് അത്ര പൈസ കുറവാണ്, ബേസ് കിട്ടും. അങ്ങനത്തെ ഒരു ബേസ് വേണം. പിന്നെ നമ്മൾ ത്രെഡ് കട്ട് ചെയ്തൊരു പീസ് എടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. നമുക്ക് ആദ്യം ഇതിൽ ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഗ്ലൂ ആക്കിയതിന് ശേഷം നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ്. നമുക്ക് സിൽക്ക് ത്രെഡ് ഏത് ഷോപ്പിലും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും മേടിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു പെൻഡൻ്റാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് ശേഷം ഇതിവിടെ സ്റ്റിക്കായതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ എടുത്തിട്ട് ടൈറ്റായിട്ട് നല്ല പ്രസ് ചെയ്ത് ടൈറ്റായിട്ട് ഇങ്ങനെ ഇത് ഫുള്ളിങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഫുള്ള് റോൾ ചെയ്ത് അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് പ്രോബ്ലം ഉണ്ട്, ഈവനിങ് ടൈമാണ്. അപ്പോൾ ഞാൻ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുത്തു. ഫുള്ളായിട്ട് നമ്മളിത് റോൾ ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറട്ടെ. ഇവിടെ ലൈറ്റ് ഇല്ല, ലൈറ്റുള്ള ഉള്ളിലേക്ക് പോകാം നമുക്ക്. ഇവിടെ ഒന്ന് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് അല്ലെങ്കിൽ സിൽവർ ത്രെഡ് വെച്ചിട്ട് സ്റ്റോൺ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. തന്നെ ചെറിയ ബീഡ്സ് വാങ്ങാൻ കിട്ടും നമുക്ക് ഷോപ്സിലെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലെല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള വേസ്റ്റ് പീസൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കുക. ഇതുപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ പെൻഡൻസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ റൗണ്ടിൽ ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഗോൾഡൻ സ്റ്റോണിൻ്റെ ത്രെഡ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ത്രെഡ് എടുക്കുക, എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ലെയറാണ് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മാലയിൽ ഇൻസേർട്ട് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഹുക്ക് ഇട്ടിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്ന 1-2 പീസ് വേറെ കാണിച്ചു തരാം. ഇതൊരു വളയാണ്. നമ്മൾ ഗോൾഡൻ ത്രെഡും അതുപോലെ തന്നെ സ്റ്റോൺസിൻ്റെ ലേസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതതുപോലെ ചെയ്തിരിക്കുന്ന ഒരു ഇയർ റിംഗ് ആണ്. ഈ ഷേപ്പ് നമുക്കിപ്പോൾ പെൻഡൻറ്റിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് തന്നെ ഒരു വൈറ്റ് ബീഡ്സിൻ്റെ ലേസ് വെച്ച് ചെയ്തിട്ട് അതിനുശേഷം നമ്മളിപ്പോൾ കാണിച്ച പോലത്തെ ഒരു സ്റ്റഡ് റിങ് പോലെ വെച്ചിട്ട് അത് ബേസ് ഒട്ടിച്ചേക്കാണ്. അപ്പോൾ ഈ ഇയർ റിങ് നല്ലൊരു കളർ കോമ്പിനേഷനാണിത്. അതുപോലെ തന്നെ ജുംക്ക നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു മെറൂൺ ഗോൾഡൻ ത്രെഡിൽ ചെയ്തിരിക്കുന്ന ജുംക്കയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ ഇതൊരു ബാങ്കിളാണ്, സിമ്പിളായിട്ട് നമുക്ക് കുർത്തയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബാങ്കിളാണ്, ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്ന ബാങ്കിളാണ്. ബാങ്കിളിൽ നമുക്ക് ബാങ്കിൾ ബേസിസ് അല്ല, ഇതുപോലെ സിമ്പിൾ ബേസിസും നല്ല വലിയ തടവള പോലുള്ള ബേസസ് എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ബേസ് വാങ്ങിയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഓരോ വിശേഷങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ സിൽക്ക് ത്രെഡ് ജ്വല്ലറി ഉണ്ടാക്കുക. ഇത് അത്ര കോസ്റ്റ്ലി അല്ല, നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന ത്രെഡ്സ് വെച്ച് നമുക്ക് ചെയ്യാം. ഗ്ലേസിങ് കുറച്ച് കുറവായിരിക്കും മാത്രം, പക്ഷേ സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. കുറച്ച് ലാസ്റ്റിംഗ് ഉള്ള പ്രോഡക്റ്റായി കിട്ടുന്നതാണ് നമുക്ക്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ, ടേക്ക് കെയർ.